ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ ഏറ്റവും സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ അലിയൻസ് കുടുംബത്തിൻ്റെ 1000 എപ്പിസോഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 എപ്പിസോഡിൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഒരു കേക്ക് കട്ടിംഗ് ഉണ്ട്. കാരണം തീർച്ചയായിട്ടും ആഘോഷങ്ങൾക്ക് എപ്പോഴും അതിരില്ലാത്തവരാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ റെഡിയാ? ബാ, റെഡിയാണ് എല്ലാവരും? വരും. പ്രിയപ്പെട്ട രാജേഷ്, പറഞ്ഞു തുടങ്ങാം. എല്ലാവിധ ആശംസകളും. ഒരുപാട് നന്ദി. വീണ്ടും നന്ദി. അപ്പോൾ 1000 എപ്പിസോഡ് നമ്മളാവുകയാണ്. അപ്പോൾ എല്ലാവരും ഇനിയും തുടർന്നും കാണുക. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ 1000 എപ്പിസോഡ് നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ, എഴുത്തുകാർ, കൗമുദി TV-യിലെ ടെക്നീഷ്യന്മാർ, കൗമുദി TV-യുടെ മാനേജ്മെൻറ്റ്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒരു വലിയ ആശങ്ക ഈ 1000 എപ്പിസോഡിലായപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലുണ്ട്. ഇത് 1000-ൽ നിർത്തുമെന്ന്. ഇത് തുടങ്ങാൻ പോകണേ ഉള്ളൂ. 1000-ൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകണേ ഉള്ളൂ. അത് ഒരു ഉറപ്പ് വരെയാണ്. അപ്പോൾ പലരും കമൻറ്റ് നമ്മളോട് ചോദിക്കാം. പേര് നമ്മളെ ഈ ഇവിടുത്തെ അന്നത്തെ ആളുകളുടെ ബഹളവും എപ്പിസോഡിൻ്റെ പ്രൊമോയൊക്കെ പോയപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കാണിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് ഒക്കെ ചോദിക്കുന്നു. അങ്ങനെയല്ല, ഇത് ശരിക്കും തുടങ്ങാൻ പോണേ ഉള്ളൂ. അതെ. മഞ്ജു, രണ്ട് വാക്ക് പറയാം. ശരിക്കും സിറ്റ്കോമുകളുടെ ചരിത്രത്തിൽ അല്ലേ എടുത്തു പറയേണ്ട ഒരു സംഖ്യയാണ് 1000 എന്ന് പറയുന്നത്. അതിൽ അലിയൻസ് എത്തി എന്നുള്ള പറയുന്നത് നമുക്ക് പേഴ്സണലി അത് ഭയങ്കര ഒരു എന്താ പറയുക, അഹങ്കാരമോ സന്തോഷമോ ഒക്കെയാണ്, അഭിമാനമൊക്കെയാണ്. കൂടെ നിന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടു, ആരെങ്കിലും എന്തെങ്കിലും കുറവുകൾ പറഞ്ഞാലും നിങ്ങളിത് നിർത്തല്ലേ, ഞങ്ങൾക്കിതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഒരുപാട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ, അസുഖമുള്ളവർ ഒക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞ് എനിക്കറിയാം, ഇന്ന കോവിഡിൻ്റെ സമയത്ത് വല്ലാതെ ഒരവസ്ഥയിലായിരുന്ന ഞങ്ങൾക്ക് തിരിച്ചൊരു വരവ് വരാൻ പറ്റിയത് അലിയൻസ് കാരണമാണെന്ന്. അപ്പം അങ്ങനെ ഒരു വർക്കിൻ്റെ ഭാഗമാവാൻ പറ്റിയത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും നന്മയാണ് കേട്ടോ. അവിടെ എല്ലാവരും വളരെ സിൻസിയർ ആയിട്ട്, അത് ക്യാമറ ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, ഫുഡ് തരണ ആൾക്കാർ പോലും അത്ര വരെ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താണോ ചെയ്തു തരുന്നത് അത്രയും ഭംഗിയായിട്ടാണ് ഞങ്ങൾക്കത് ചെയ്തു തരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓരോ ദിവസം വരുന്തോറും പുതുമയാണ്. ഇത്ര വർഷമായിരുന്നു നമുക്ക് ഇതുവരെ തോന്നിച്ചിട്ടില്ല. അമ്മ, എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. പക്ഷേ ഇത് 1000 എപ്പിസോഡിൽ കഴിയത്തില്ലെന്ന് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൂടാതെ എനിക്ക് വളരെ കാര്യം പറയാനുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം ഈ 1000 എപ്പിസോഡിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ സപ്തതി ആഘോഷിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. പലരും എന്നെ വിളിച്ച് ഓരോ കാര്യം ചോദിക്കുന്നു, പലരും എനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുതരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നീണ്ടു പോട്ടെ, ഇനി പറഞ്ഞാൽ ഞാൻ കരയും. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയിൽ വന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. പിന്നെന്താ, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഞങ്ങൾ മാത്രം ഉള്ളൊരു, ഇപ്പം ഇത്രയും അഭിനേതാക്കൾ മാത്രമുള്ള കൂട്ടായ്മയല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മുടെ പ്രൊഡക്ഷനിലെ പയ്യന്മാരുൾപ്പെടെ എല്ലാവരുടെയും ഒരു വിജയമാണ്. അപ്പം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. 1000 കഴിഞ്ഞ് ഒരു 10,000-ലൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അലിയൻസ് വന്നത് തന്നെയാണ്. ഒരു 1000 എപ്പിസോഡൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, സന്തോഷം. പിന്നെ നമുക്ക് കുറെ പേര് മിസ്സിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല, അങ്ങനൊന്നും പറയാനില്ല. റൊണാൾഡോ എനിക്ക് പറയാനുള്ളതെല്ലാം ഇവർ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തുടങ്ങാനുള്ള മാതാവാണ് ഞങ്ങൾ 1000 തുടങ്ങാൻ പോണേ ഉള്ളൂ. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ആഷിക്ക് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മലയാളത്തിൽ അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു സിറ്റ്കോമിൽ 1 മുതലുള്ള 1000 എപ്പിസോഡ് വരെ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞു. അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ കുടുംബത്തിന്റെ ഗ്രഹനാഥൻ അമ്മാവൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ അലിയൻസ് 1000 എപ്പിസോഡായത് അലിയൻസിൻ്റെ പ്രേക്ഷകർ നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടുമാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്. 1000-ൽ നിൽക്കുന്നില്ല, ഇനിയും തുടരുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇത് 10,000 കടക്കും. ടെക്നിക്കൽ എല്ലാവർക്കും സംസാരിക്കും, ഇത് അറിയാലോ. നമുക്കിവിടെ എല്ലാവർക്കും സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമാണിത്. നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് സഹൻ. പറഞ്ഞോ, എന്താണ് സഹ ഈ അവസരത്തിൽ സാൾട്ടസ് എന്ന കഥാപാത്രത്തെ മനോഹരമായി
ഇത് എൻ്റെ ഒരു കുടുംബമാണ്, എല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ്. ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ ഇതിൽ ആയിരത്തിലോട്ട് എത്തിയതിൽ വലിയ സന്തോഷം, ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതും വലിയ സന്തോഷമാണ്, അതിൽ അഭിമാനമുണ്ട്. സ്വന്തം പ്രശാന്ത്. വളരെ വൈകിയാണ് ഈ കുടുംബത്തിന്റെ ഭാഗമാകാൻ പറ്റിയത്. പക്ഷേ പഴയ ഒരു ഏറ്റവും മുമ്പ് ആദ്യമുള്ള ഒരാളെ പോലെ തന്നെയാണ് ഇവരെന്നെ സ്വീകരിച്ചതും കൂടെ നിർത്തുന്നതും. വളരെ സന്തോഷമുണ്ട്. രാജീവിനെ കൊണ്ടുവന്നേ പറ്റില്ല. കാരണം 1000ാമത്തെ എപ്പിസോഡിൽ നമ്മള് പന്തലുകാരന്റെ സഹായിയായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, അദ്ദേഹത്തിന്റെ ഒരു അസുഖം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതി അങ്ങനെ ആയത്. അല്ലാതെ രാജീവ് പറഞ്ഞോളൂ. കലാസംവിധായകനാണെന്ന് പറയും. ഒരുപാട് വർഷങ്ങളായിട്ട് എന്നെ സംസാരിങ്ങനെയാണ് എപ്പോ അടിച്ചു വിട്ടാലും ആയിരം എന്ന് പറഞ്ഞാൽ 1000 തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കയറുന്ന തുടങ്ങാൻ പോണ 1000 ഒറ്റ കയറ്റമാണ് മുരളീണ്ണൻ നമ്മുടെ വന്ന് ചേരാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. മുരളീന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുരളീന്റെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും ഞങ്ങളെ കൂടെ ചേർത്ത് ആഘോഷിക്കുന്ന ഒരാൾ കൂടിയാണ്. പങ്ക് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അവിടെ നിന്നുള്ള പങ്ക് ഇവിടെ അത് കൃത്യമായിട്ട് തന്നെയല്ല. ഇപ്പൊ നമ്മള് കൊണ്ടോട്ടിയിലാണ് വീട് വെച്ചേക്കണെങ്കിൽ മുരളീണ്ണൻ എന്ത് വിശേഷം ഉണ്ട്, അത് സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ, അവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മേക്കപ്പിന്റെ ദിലീപ് ഉണ്ട്. ബാബുവണ്ണ ഇവിടെ ഇല്ല, ബാബുവണ്ണ വേറൊരു വർക്കിലാണ്. എങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഇവിടെ ദിലീപ് നമ്മുടെ ഭാഗമാണ്. ദിലീപ് പറഞ്ഞു കൂടുതൽ ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി തീരാനും, പിന്നെ എൻ്റെ വിവാഹ വാർഷികം ഒരു തവണ എല്ലാവരും കൂടി നല്ല ഭംഗിയാക്കി ഇവിടെ തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് അളിയൻസിൽ വന്നതിന് ശേഷം. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഓൾ ടെക്നീഷ്യൻസിന് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ക്യാമറ അനൂപ്, സന്തോഷം. കുടുംബത്തിന്റെ ഭാഗം പറ്റിയത് ഭയങ്കര സന്തോഷം. നമ്മുടെ ക്യാമറ ക്രൂവാണ്. സൗണ്ട് എഞ്ചിനീയർ പ്ലീസ്. ഈ അളിയൻസിൽ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് എനിക്ക്. എല്ലാവർക്കും അതിന്റെ നന്ദിയുണ്ട്. രാവിലെ ഞങ്ങളെ വീട്ടിൽ കൂട്ടി ഇവിടെ കൊണ്ടുവരികയും അഭിനയിച്ച് തളർന്നിരിക്കാൻ വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വട്ടം ചേട്ടന്മാർ വരൂ. മാമ നമ്മളെ പെരട്ടിയാണ് കൊണ്ടുവരുന്നത് വണ്ടിയിൽ. നമ്മളെ മാത്രം വണ്ടി കാത്തിരിക്കുന്നവരെ പുറത്ത് പോകുന്നവരൊക്കെ പിന്നെ അല്ല. ഈ 1000 എപ്പിസോഡിന്റെ കേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. പ്ലീസ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഈ ആഘോഷം ഇവിടെ തീരുന്നില്ല. 1000ന്റെ ആഘോഷത്തിൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ അവസരത്തിൽ. ഡേറ്റ് കൃത്യമായിട്ട് അറിയിക്കും. നമ്മൾ ആ ഡേറ്റ് അറിയിക്കുന്ന പ്രകാരം എല്ലാവരും ഈ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും, നമ്മൾ ഫെബ്രുവരി 1 നേരത്തെ പറഞ്ഞ ഡേറ്റ്, പക്ഷേ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ. പക്ഷേ അടുത്ത ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കും. അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഞങ്ങളെ കുടുംബത്തിൻ്റെ സ്നേഹവും ഇഷ്ടവും പകരാനായി എത്തണമെന്ന് താഴ്മയായും സ്നേഹത്തോടും ഇഷ്ടത്തോടും അഭ്യർത്ഥിക്കും. അപ്പൊ പോകാൻ വരട്ടെ എന്നാ. ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു കുഞ്ഞാഷ്ണം കേക്കും പായസവും. ഒരുപാട് സന്തോഷം. പ്രേക്ഷകരായ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഇങ്ങനെ ഒരു ചെറിയ കുടുംബത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വീട്ടിൽ നടക്കുന്ന കഥ നിങ്ങളത് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കഥയാക്കിയെടുക്കുകയൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഈ പറയുന്ന ഒരു 100 കോടി ക്ലബിലേക്ക് കയറിയ ഒരു സിനിമയുടെ
പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ 1000 എപ്പിസോഡ് തേക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ തുള്ളിച്ചാട്ടം. സ്കിറ്റും ഡാൻസും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നൊരു പ്രോഗ്രാമാണ് അളിയൻസിലെ ലില്ലിക്കുട്ടി. എവിടെ ചെന്നാലും ആളുകളിങ്ങനെ ഓടി വരും നമ്മുടെ അടുത്തേക്ക്, അളിയൻസിലെ ലില്ലിക്കുട്ടിയല്ലേ ലില്ലിക്കുട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രോഗ്രാമിൽ അളിയൻസിൽ ക്ലീറ്റോ എന്ന അളിയനായിട്ട് വരുമ്പോൾ നമുക്ക് പുറത്ത് പബ്ലിക്കിന് നമ്മളോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ ഒരു സ്വന്തം അളിയനെ കാണുന്ന പോലെയാണ് എന്നെ കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ. എനിക്കെന്നല്ല, ഇതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്, അവരുടെ കുടുംബത്തിലൊരു അംഗമായിട്ടാണ്. പ്രവാസി മലയാളികൾ അമ്മാമന് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു അമ്മാമനായി മാറിയതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. അണുകുടുംബങ്ങളുള്ള കേരളത്തിൽ ഒരു കൂട്ടുകുടുംബം, ആ കൂട്ടുകുടുംബത്തിൻ്റെ ജീവിതം അന്യം നിന്നുപോയതായിരിക്കാം അളിയൻസ് എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം. ഞങ്ങളുടെ മനസ്സിൽ വെറുതെ ആണെങ്കിലും പറയും, ഞങ്ങൾ മുത്തിൻ്റെ കല്യാണവും ഇവിടെ വെച്ച് നടത്തിയിട്ട് തലയിൽ ഇപ്പോഴേ നരച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും തലയിൽ ഡൈയൊക്കെ ഇടാതെ നരയൊക്കെ വന്ന് അഭിനയിക്കുന്ന തങ്കവും ക്ലീറ്റസും കനങ്ങനൊക്കെ വരുന്ന ഒരു സമയം ഉണ്ടാവുമായിരിക്കും. ഏകദേശം ഒരു 400 എപ്പിസോഡിന് ശേഷമാണ് ഞാനിതിൽ വരുന്നത്. ഇപ്പോൾ 1000 എപ്പിസോഡ് നയിക്കുമ്പോഴും ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ചാട്ടങ്ങളും വികൃതികളും കുശും കുന്നായ്മയൊക്കെ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം. അതിൽ ഈ വീട്ടിൽ ഒരു മുറി തന്ന എൻ്റെ പ്രിയപ്പെട്ട അളിയൻസ് കുടുംബത്തിലെ എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രവാസി മലയാളികൾ അമ്മാവനെ തിരിച്ചറിയുന്നു, പ്രേക്ഷകരെല്ലാവരും അമ്മാവനെ തിരിച്ചറിയുന്നു, സിനിമാ ലോകം പോലും അമ്മാവനെ തിരിച്ചറിയുന്നു, അവസരങ്ങൾ നൽകുന്നു. ഇതിനെല്ലാം കാരണം കൗമുദിയും അളിയൻസിൻ്റെ പ്രേക്ഷകരുമാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരു 1000-ലോട് അടുപ്പിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു സങ്കടം കൂടെയുണ്ട്. കാരണം ഈ ഒരു 1000-ൻ്റെ ഒരു ഇത് അറിയിക്കാനായിട്ട് നമ്മൾ ഏറ്റവും അധികം നമ്മൾ സന്തോഷം കാണിക്കുന്നത് നമ്മുടെ അച്ഛനോടും അമ്മയോടുമാണ്. അപ്പോൾ അത് കാണാനായിട്ട് അമ്മച്ചി ഇല്ലല്ലോ എന്നുള്ളൊരു കുഞ്ഞൊരു വിഷമമുണ്ട്. അപ്പം ചിലപ്പം അമ്മച്ചി ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും, അനുഗ്രഹിക്കുന്നുണ്ടാവും. അളിയൻസിൽ വന്നതിന് ശേഷം എനിക്ക് 7 വയസ്സ് കൂടി. 35-ാമത്തെ വയസ്സിലാണ് ഞാൻ വരുന്നത്. 35-36 അങ്ങനെ ഇതിലാണ് വരുന്നത്. എന്തായാലും 35+ വന്ന് ഇപ്പോൾ 42 ആയി. ഇത്രയും പ്രായം കൂടി ഞങ്ങൾക്ക്. പക്ഷെ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല, ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഇന്നലെ തുടങ്ങിയ ഒരു പ്രോഗ്രാമിൻ്റെ സെറ്റിലേക്ക് രാവിലെ കുളിച്ചൊരുങ്ങി വരുന്നു എന്നുള്ള ഒരു പുതുമയോടുകൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും വരുന്നത്. നിങ്ങളുടേതായ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം, അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം. അത് തുടർന്നും ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ട് വരുന്ന എപ്പിസോഡുകളിലും നിങ്ങളുടെ ഈ ആത്മാർത്ഥമായ സഹകരണം, പ്രോത്സാഹനം ഉണ്ടാകുമല്ലോ അല്ലേ? അതുണ്ടാവും, നമുക്കറിയാം.